തിയോഫിനുണ്ട്. ഗുഡ് മോർണിംഗ്. കേരളത്തിനൊപ്പം ചേരാൻ കൊച്ചിയിൽ നിന്നും തിയോഫിൻ, ഗുഡ് മോർണിംഗ്. വിനീഷ, ഗുഡ് മോർണിംഗ്. തിയോഫിൻ, ഇന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ. എന്തായിരിക്കും തുടർന്നുള്ള നടപടി? നേരത്തെ നൃപൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ സെറ്റിൽ ചെയ്തു പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളില്ല, ആ കേസ് അവിടെ അവസാനിക്കും. സസ്പെൻഷൻ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള സിൻഡിക്കേറ്റ് തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് പദവിയിൽ തുടരാം. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ഭാരതാംബ മതചിഹ്നമാകുന്നത് എങ്ങനെ? ഇന്ന് ഹൈക്കോടതിയിൽ രജിസ്ട്രാർ സിൻഡിക്കേറ്റ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി പിൻവലിച്ചാൽ ആ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഹൈക്കോടതി എന്ത് നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ എടുക്കുക? വിനിഷ, പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്നലെ സിൻഡിക്കേറ്റ് അടിയന്തരമായി തന്നെ രജിസ്ട്രാറോട് ചുമതല ഏൽക്കാൻ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇന്ന് അദ്ദേഹം ഈ ഹർജി പിൻവലിക്കുമെന്നാണ് അറിയുന്നത്. കാരണം നേരത്തെ സസ്പെൻഷൻ വന്നതിനെ തുടർന്നാണ് ഈ ഹർജിയുമായി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് കെ സിംഗ് അധ്യക്ഷനായ ബെഞ്ചാണെന്ന് ഈ ഹർജി പരിഗണിക്കുന്നത്. കാരണം നേരത്തെ കോടതി പരിഗണിച്ച സമയത്താണ് വിനിഷ സൂചിപ്പിച്ചതുപോലെയുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതോടൊപ്പം ഈ നടപടി, അതായത് ഈ ഒരു ചടങ്ങ് നടത്തുന്ന സർവകലാശാല ആസ്ഥാനത്ത് RSSന്റെ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ച് ചടങ്ങ് നടത്താൻ ശ്രമിച്ചപ്പോഴാണ് അതിനെതിരെ ഈ രജിസ്ട്രാറുടെ ഇടപെടലുണ്ടായത്. ആ ചടങ്ങ് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് വൈസ് ചാൻസലർ കൂടിയായ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് ഇത് ചോദ്യം ചെയ്താണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കവേ പോലീസിനോടും അതോടൊപ്പം തന്നെ സർവകലാശാലയോടും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. ഇന്നലെ അടിയന്തരമായി തന്നെ സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ നടപടി റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് ഇന്നലെ വൈകിട്ട് രജിസ്ട്രാർ ചുമതലയേൽക്കണം എന്നാവശ്യപ്പെട്ട് ഇന്നലെ വൈകിട്ട് 4:30 അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഹർജി പിൻവലിക്കാനുള്ള രജിസ്ട്രാറുടെ തീരുമാനം. ജസ്റ്റിസ് കെ സിംഗ് അധ്യക്ഷനായ ബെഞ്ച് ഇത് പരിഗണിക്കുമ്പോൾ ഇന്ന് ഹർജി പിൻവലിക്കുന്ന കാര്യം അനിൽകുമാറിൻ്റെ, അതായത് രജിസ്ട്രാറുടെ അഭിഭാഷകൻ എന്ന് കോടതിയെ അറിയിക്കും. ഇതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും ഹർജി, കാരണം നിലവിൽ ഈ സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയാണ്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ പിൻവലിച്ചുള്ള സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം വന്ന സാഹചര്യത്തിൽ ആ ഒരു ഹർജിക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് ഹർജി പിൻവലിക്കുക എന്നതാണ് ഹർജിക്കാരൻ ചെയ്യുന്നത്. ആ നടപടി ഉണ്ടാകും. ഹർജി പിൻവലിക്കുന്നതിന് പിന്നാലെ തന്നെ, പക്ഷേ നേരത്തെ സൂചിപ്പിച്ചത് ആ ചോദ്യങ്ങൾ അവിടെ ഇപ്പോഴും അവശേഷിക്കും. കാരണം അത്തരത്തിലുള്ളൊരു സംഘപരിവാറിൻ്റെ, പ്രത്യേകിച്ച് ഗവർണറുടെ നേതൃത്വത്തിൽ സംഘപരിവാർ നടത്തുന്നൊരു ശ്രമം RSSന്റെ ഭാരതാംബ ചിത്രം അത് പ്രചരിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. പക്ഷേ അവർ പറയുന്നത് ഭാരതാംബ ചിത്രം എന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് ഭാരതമാതാവിൻ്റെ ചിത്രമല്ല, RSS ഉപയോഗിക്കുന്ന RSSന്റെ കാവിക്കൊടിയേന്തിയ ചിത്രമാണ്. ആ ചിത്രം പ്രചരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ്. ഇതിനെതിരെ രജിസ്ട്രാർ സ്വീകരിച്ച ഒരു നിർണായകമായ നിലപാടാണ് ഈ ഒരു സസ്പെൻഷനിലേക്ക് നയിച്ചത്. പക്ഷേ സസ്പെൻഷൻ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിക്കുകയും ചെയ്തു. സിൻഡിക്കേറ്റ് നിർണായകമായ ഒരു തീരുമാനം രജിസ്ട്രാർക്ക് അനുകൂലമായി എടുത്തു. രജിസ്ട്രാറുടെ തീരുമാനങ്ങൾ ശരിയാണ്, നിലപാട് ശരിയാണെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ സാഹചര്യത്തിലാണ് ഇന്നലെ തന്നെ അദ്ദേഹം വീണ്ടും ചുമതലയേൽക്കുകയും ചെയ്തത്. ഹർജി ഇന്ന് കോടതി പരിഗണിക്കുമ്പോൾ ഹർജി പിൻവലിക്കുന്നതായുള്ള കാര്യം രജിസ്ട്രാറുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കും. നിമിഷ, ശരി. തിയോഫിനാണ് ഹൈക്കോടതി ഇന്ന് എന്തൊക്കെ പരിഗണിക്കുമെന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ഇത്രയുമാണ്. ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നു. ആ പരിഗണിക്കുന്ന ഘട്ടത്തിൽ സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് സർവകലാശാല രജിസ്ട്രാർ കെ അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ സസ്പെൻഷൻ നടപടി ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ സർവകലാശാല ചട്ടം ചാപ്റ്റർ 6 പ്രകാരം അവർ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ, സ്റ്റാൻഡിംഗ് കൗൺസിൽ യോഗത്തിൽ സസ്പെൻഷൻ നടപടി റദ്ദ് ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തിരുന്നു. അതിനുശേഷം ഇന്നലെ 4:30 കേരള സർവകലാശാലയിൽ എത്തി രജിസ്ട്രാർ പദവിയിൽ തിരികെ പ്രവേശിച്ചിരുന്നു. അപ്പോൾ ആ സസ്പെൻഷൻ നടപടി അവിടെ റദ്ദ് ചെയ്തു കഴിഞ്ഞു. ഈ സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കേരള സർവകലാശാല രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. അപ്പോൾ അതിന് സാധ്യതയില്ല. ഇപ്പോൾ നിലവിൽ സാധുതയില്ലാത്തതിനാൽ ആ സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി അനിൽകുമാർ ഇന്ന് ഹൈക്കോടതിയിൽ പിൻവലിക്കാനാണ് സാധ്യത. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സസ്പെൻഷൻ നടപടി പിൻവലിച്ച സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ തീരുമാനം, അതിന് നിയമസാധുതയില്ല എന്നാണ് താൽക്കാലിക ചുമതലയുള്ള VC സിസ തോമസ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത്. അപ്പോൾ ഇന്ന് സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിൽ സർവകലാശാലയുടെ നിലപാട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഈ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ഹൈക്കോടതി ഹർജി പരിഗണിക്കാനിരിക്കുമ്പോൾ അതിലുള്ള വാദം കേൾക്കലും ഒപ്പം ഹൈക്കോടതിയുടെ നിലപാട് വ്യക്തമാകുന്നു. അപ്പോൾ സിസ തോമസ്
സമർപ്പിക്കാൻ പോകുന്ന സത്യവാങ്മൂലം ഏത് രീതിയിലായിരിക്കും? സിൻഡിക്കേറ്റ് കൗൺസിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കും. അവർ ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ തീരുമാനമായിരിക്കും ഈ സത്യവാങ്മൂലത്തിൽ സമർപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ആ റദ്ദാക്കിയ നടപടി നിയമസാധുതയില്ല, അത് സിൻഡിക്കേറ്റ് യോഗമല്ല ചേർന്നത്, അത് വെറും മീറ്റിംഗ് മാത്രമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം VC സിസ തോമസ് പറഞ്ഞത്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടായിരിക്കും VC ഇന്നൊരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഹർജി പരിഗണിക്കുന്ന വേളയിൽ സർവകലാശാല നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി സിൻഡിക്കേറ്റ് കൗൺസിലിൻ്റെ സത്യവാങ്മൂലമാണോ VCയുടെ സത്യവാങ്മൂലമാണോ കണക്കിലെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ കാണാൻ പോകുന്ന ഒരു വസ്തുത എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ സസ്പെൻഷൻ നടപടി പിൻവലിച്ചു കഴിഞ്ഞാൽ, റദ്ദ് ചെയ്ത് കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ഹർജി കൂടെ പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലൊരുങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അതിനൊരു സാധുതയില്ല. ഇപ്പോൾ സസ്പെൻഷൻ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജി സസ്പെൻഷൻ നടപടി പിൻവലിച്ച ഘട്ടത്തിൽ അതിന് സാധുതയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഹർജി സമർപ്പിച്ച വേളയിൽ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകും, അതേത് രീതിയിലാണ് അത്തരത്തിൽ മതചിഹ്നമായി കണക്കാക്കപ്പെടുന്നത് എന്നൊരു ചോദ്യം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹർജി അനിൽകുമാർ പിൻവലിക്കുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉയർന്ന ആ ചോദ്യം വലിയ ചോദ്യമാണ്. അതിന് ഏത് രീതിയിലായിരിക്കും ഇന്ന് ഹൈക്കോടതി അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ പോകുന്നതും എന്ന് കണ്ടറിയണം. ഏതായാലും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഹർജികൾ വരട്ടെ, ആ സമയത്ത് നമുക്ക് ആ വാർത്തകളിലേക്ക് പോകാം.